Yes, and it's our usually lunch, and we always eating together. Yes, Shamdan is village name, but this area names, Valley's names, it's Chongqing. നമ്മളിങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ വേണ്ടി പ്രതീക്ഷ വന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്നും വന്ന് റിട്ടേൺ അടിക്കാതൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഇന്ന് ടെന്റ് അടിച്ചു കേട്ടോ. താങ്ക് യു മൈ ബ്രദർ, താങ്ക് യു. ഇവിടുന്ന് പരിചയപ്പെട്ടൊരു കാറുകാരനാണ്, എന്നെ സഹായിക്കുവാണ് കേട്ടോ. ഈ കാറിൽ എനിക്ക് ലിഫ്റ്റ് വന്നിട്ട് എന്നെ ആ കാറിൽ സാധനങ്ങൾ കയറ്റി വിടാം. ഓക്കെ, അതായത് എനിക്ക് ലിസ്റ്റ് വന്ന വണ്ടിയാണ് അത്. പുള്ളിക്കാരന്റെ അങ്കിളാണ് കേട്ടോ. എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടാക്കാൻ പറയുന്നുണ്ട്. ഇത് കെഗറ്റി എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് കേട്ടോ. Assalamualaikum. Waalaikumsalam. Your name? Name? Kırgız. Chitran. My name Chitran. Çıtır natın be. Taştanbek. Ah. Taştanbek Kemin. Okay. Kemin yedi. Gor. Yeah. Lusako Gorta. റഷ്യൻ ഭാഷയാണ് കേട്ടോ ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നത് കൂടുതലും. പിന്നെ കിർഗീസ് ഭാഷയാണ്. കുറച്ച് ആൾക്കാർക്ക് ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, വൈർ ആർ യു ഗോയിങ്, ഇങ്ങനെ തുടങ്ങി ഇംഗ്ലീഷൊക്കെ അറിയാം. ടോക്മുക്ക് എന്ന് പറഞ്ഞ ബിഷ്കേക്കിനരികിലുള്ള ഒരു പട്ടണ പ്രദേശത്താണ് ഞാനുള്ളത്. അവിടെ നിന്ന് എന്താണ് കെമിൻ, അതായത് ചൊംകെമിൻ എന്ന് പറഞ്ഞ ഒരു മനോഹരമായ വാലി ഉണ്ട്. അവിടുത്തെ ഒരു ഹോം സ്റ്റേന്ന് എനിക്ക് വെൽക്കം കിട്ടിയിട്ടുണ്ട് വരണം എന്ന് പറഞ്ഞ്. അതിന് എങ്ങനെയാണ് വെൽക്കം കിട്ടിയതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് ഞാൻ, എന്തായാലും കാണാം. ഞാനിപ്പോ ഉള്ളത് ചോൺ കെമിൻ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ചോൺ കെമിൻ വാലി എന്ന് പറയും. അവിടുത്തെ ഷംദാൻ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാട്ടോ. ആ ഗ്രാമത്തിന്റെ കറക്റ്റ് പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ടഫാണ് ഇവിടുത്തെ ഭാഷ എനിക്ക് പറയാൻ വേണ്ടി. അതിന്റെ ഇഷ്ടം എന്റെ നാക്ക് ഉഴക്കുന്നുണ്ട്, ചെറിയ സ്റ്റാമറിന്റെ ഇഷ്യൂ ഉണ്ട്. ഈ രാജ്യത്തിൽ വന്നിട്ട് ഞാൻ ചെയ്യുന്ന എന്റെ ഒരു ലക്ഷറി താമസമാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ഗ്രാമത്തിൽ വരുമ്പോൾ ഹോസ്റ്റലിന് വേണ്ടി കുറെ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ എന്റെ പെട്ടെന്നൊരു മെസ്സേജ് കണ്ടിട്ട്, എന്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം ആൾക്കാർ വീഡിയോസ് കാണുന്നതും ലൈക്ക് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതൊക്കെ ഒരു പ്ലാറ്റ്ഫോമാണ്. അത് മുഖേന ഇവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഈ ഹോം സ്റ്റേത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വരാമോ, നിനക്ക് എത്ര ദിവസമാണ് ഇവിടെ താമസിക്കുക, ഭക്ഷണത്തിന് മാത്രം പൈസ തന്നാൽ മതി. നിങ്ങൾ നോക്കി, ഞാൻ താമസിക്കുന്ന റൂമിന് നോർമൽ ഇവർ ഈടാക്കുന്ന പൈസ ഒരു ദിവസം 5000 രൂപയൊക്കെയാണ്. 5000-4000 രൂപ ബ്രേക്ക്ഫാസ്റ്റും മാത്രം കൂടിയിട്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു നിധിയായി തോന്നി കേട്ടോ. ഇവിടുത്തെ വീട്ടുകാരെയും ഈ ഗ്രാമം എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ പ്ലാൻ എന്ന് വിചാരിച്ച ടോക്മുക്ക് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ നിന്നും ഈ ഗ്രാമത്തിൽ വന്ന് താമസിച്ച് നിലവിൽ എന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഈ ഗ്രാമത്തിലെ ഓരോ സ്ഥലങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട ട്രക്കിംഗ് ഏരിയകളൊക്കെ തിരഞ്ഞെടുക്കണം കേട്ടോ. നല്ലൊരു ഫാമിലി. അവർ എനിക്ക് എന്തിനാ ഈ റൂം തന്നെയെന്ന് അറിയില്ല. ഒരു പക്ഷെ എന്താണ് ഇവർ പറഞ്ഞു, എന്റെ കൂടെയുള്ള നിമിഷങ്ങൾ നിന്റെ വീഡിയോയിലൂടെ പങ്കിടാമോ. അത് ഇവരുടെ കുടുംബത്തിലെ ആൾക്കാരോടൊപ്പമുള്ള നിമിഷങ്ങളും ഇവരുടെ ഫോട്ടോസ് ഒക്കെ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാമോ. ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാമോ. എന്നെ കുറിച്ച് കൂടുതൽ അറിയാനോ എന്റെ രാജ്യത്തിലെ സവിശേഷതകളും അവിടുത്തെ കൾച്ചറൊക്കെ ഇവർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഈ കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ രാജ്യങ്ങളിലൊക്കെ പൊതുവെ സ്വാഭാവികമാണ് കേട്ടോ. ഗസ്റ്റിന് ഇവർ ഇങ്ങോട്ട് സ്വീകരിക്കും. നമ്മൾ മെസ്സേജ് ഒക്കെ അയച്ചാൽ നമ്മൾ എത്ര പ്രവൃത്തിയാണ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് കേട്ടോ. അപ്പൊ ഇവർക്ക് എന്റെ ഭാഷയൊന്നും ഇവർക്ക് അറിയില്ല, മലയാളം ഭാഷ ഒന്നും അറിയില്ല. പക്ഷെ എന്റെ വീഡിയോസും ഞാൻ പ്രകൃതി ഇഷ്ടപ്പെടുന്നൊക്കെ കണ്ടിട്ടാണ് ഇവരെന്നെ ഈ വീട്ടിലേക്ക് വെൽക്കം ചെയ്തത് കേട്ടോ. വീട്ടുകാരും ഇവരുടെ കുടുംബത്തിലെല്ലാവരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊക്കെ ഒരു ഭാഗ്യം എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മെല്ലന ഇന്നത്തെ ഒരു കഥകൾ തുടരാം ഈ വീഡിയോസിലൂടെ. ഞാനിപ്പോ താമസിക്കുന്ന വീട്ടിലെ ഫാമിലിയുടെ കൂടെയായിട്ടുള്ളത്. ഇവരെനിക്ക് ഇൻസ്റ്റാഗ്രാം മുഖേന ഈ ഒരു സ്ഥലത്തേക്ക് എന്നെ വെൽക്കം ചെയ്തതാണ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരും ആദ്യമായിട്ടായിരിക്കും ഒരു ഫാമിലിയുടെ കൂടെ ഇടപഴകിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. Assalamu alaikum. Alaikum assalam. Okay, how are you? Assalamu alaikum. I am fine. I'm great. Okay, your name? My name is Daniel. Okay. Hi everything. Okay. My name is Alum Khan. Husband and wife. Yes. Okay. Yeah. What is your village name? Chongqing. Our village name of Chongqing. Chongqing. Chongqing, yes. Shamdan. Shamdan is village name?
Yes, Shabdan is village name, but these area names, Valley's names, it's Chongemin. Hello, everything. It's a family of my husband Daniel, and we have father of my husband, Almas, and older brother of father, Mir. Mir. Yeah. People. Yeah, his name Mir, and Mir. Almas, and Daniel, and I'm Alam Khan, and our friend ചിത്ര Chitra. Yes. ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. പുള്ളിക്കാരി ഇവര് ഹസ്ബൻഡിന്റെ വൈഫ് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കും. ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഭാഷ ശൈലികളും എൻ്റെ രാജ്യം എന്താണ് അതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ്. Yes, and it's our usually lunch, ഓക്കെ, and we always eating together. യാ. Yes. റൈസ്? Not rice, It's not Russian rice. Grichka. Grechka. Grechka. Yeah, yeah. And it's healthy. What is this? Cutlet? Cutlet. Cutlet, Yeah. yeah. Cutlet. And it's salad. Okay, salad. Yes, with vegetables. Okay. Eating. Bon appetit. Say hi, say hi. Yeah. Hi. Thank you. He is pilot, the famous person in this Yes. village. പുള്ളിക്കാരൻ എന്താണ് പൈലറ്റായിട്ട് 25-ാം വയസ്സിൽ പൈലറ്റായിട്ട് വർക്ക് ചെയ്തു. നമ്മുടെ ഡൽഹി, UK, കൂടാതെ തന്നെ നമ്മുടെ വിയറ്റ്നാം. ഓക്കെ. No Vietnam. നോ വിയറ്റ്നാം. ഇൻ വേർ? കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ. No. I am flight to Delhi. Only to Delhi. Only to Delhi. Okay. എന്തായാലും ഓക്കെ, സ്റ്റാർട്ട്. Starting. Yes. Thank you. ഓക്കെ, യാ. Bon appetit. Bon appetit. ഞാൻ താമസിക്കുന്ന വീട്ടിലെ കുട്ടീനെയും കൂട്ടിയിട്ട് കടയിലേക്ക് പോവാ കേട്ടോ. ലുക്ക് ഹിയർ, ലുക്ക് ഹിയർ. ഹായ്, യു ലുക്ക് കാർ. ഹായ്. അവൻ കാർ നോക്കുക കേട്ടോ. കം. ഇന്ന് നല്ല മഴക്കാറാണ്. വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ കേട്ടോ. ഇവന് ഞാൻ ചോക്ലേറ്റും ചായ ഒക്കെ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തന്നെ വിട്ടതാണ്. ചുങ്കുടു, എൻ്റെ ചുങ്കുടു. നല്ല പാവ കേട്ടോ. ഏതാ കാലാവസ്ഥ ഒക്കെ മോശം കാലാവസ്ഥയാണ് കേട്ടോ. രണ്ട് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു ഭാഗത്ത്. ഹായ്, ഹലോ. ഇവന് ഞാൻ മിഠായിയും ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഹായ്, ലുക്ക് ഹിയർ. ഹലോ, ഹായ്. ഹോം സ്റ്റേയിൽ നിന്നും ഒരു ട്രെക്കിങ്ങിന് പോവുകയാണ് കേട്ടോ. ഇന്ന് ഒരാളല്ല, വേറൊരാൾ കൂടിയുണ്ട്. ഹലോ, ഹൗ ആർ യു? My friend. പുള്ളിക്കാരൻ ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേൻ്റെ ഓണറാണ്. ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ട്രെക്കിങ്ങിന്. അതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചൊരു ട്രെക്കിങ്ങിന് പോവുകയാണ്. ഞാൻ ലഗേജ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നോട് പറഞ്ഞു ഒന്നും എടുക്കണ്ട, സിമ്പിളായിട്ടൊരു ട്രെക്കിങ് ചെയ്യുക, ചിലപ്പോൾ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാന്നൊക്കെ കേട്ടോ. യു ലൈക്ക് ട്രെക്കിംഗ് ബ്രോ? I like trekking. Yes. Okay. What is today plan? Camping or trekking? Yes. Today it's we starting camping, starting walking. Okay. Visited beautiful places, Yeah. and more. Yeah. Good expedition. ഓക്കെ. ആൾ സ്ട്രോങ് ആണ് കേട്ടോ. 33 വയസ്സുണ്ട്. ബട്ട് പുള്ളിക്കാരൻ നല്ല സ്ട്രോങ് ആണ്. നല്ല ഫാമിലി കേട്ടോ. അവരോട് ഒരു ദിവസം താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഭാഗ്യം. ഇതാണ് കേട്ടോ ചൊംകെമിൻ വാലി എന്ന് പറയുന്ന ഈ ഒരു മൊത്ത സ്ഥലത്തിനാണ്. എന്നാൽ നമുക്ക് ട്രക്കിങ്ങിന് പോകാം. ഇവിടെ എന്താണ് ആൾക്കാർ കാറിലൊക്കെയാണ് കൂടുതൽ വരിക, പ്രൈവറ്റ് ടാക്സികളിലൊക്കെ. പക്ഷെ കൊള്ളാം സ്ഥലം. പുള്ളിക്കാരൻ്റെ ടെൻ്റൊക്കെ കണ്ടോ. യുവർ ലുക്ക് വെരി നൈസ് ടുഡേ വിത്ത് യുവർ ലഗേജ്. ഹായ്.
He is my friend in Kyrgyzstan. He is looking very young. It's your wild friend. Yeah. Kyrgyzstan. Hey. Hello. എൻ്റെ അമ്മ ഈ വണ്ടീനെ മുകളിലാട്ടോ നമ്മൾ കയറി നിൽക്കുന്നവർക്ക്. കുറച്ച് ദൂരം വരെ ഈ വണ്ടിയിൽ പോവാ. It's beautiful experience today, yeah? Yes. No luxury, No luxury. no money, no honey. No honey. Everything wild nature. Yeah, Wildlife. yes. In your Chongkemin Valley is beautiful. Yeah, future my friends come here. Yes. Everybody who wants Just to come here, but feeling wildlife. don't throw plastic in here. Come to Chongkemin Valley. Yeah. എൻ്റെ അമ്മ. This is my ground. Ah, I have ground. in football ground? Yes. Ah, okay. I play ground this place. Are you in football? No football. It's home. House. No home. Building home. Ah, building. Ah. Yes, yes. Oh, your land. Yes. ഓക്കെ, പുള്ളിക്കാരനോട് വീടുണ്ടെന്നാണ് അല്ല നമ്മളെ ഭൂമി ഉണ്ടെന്നാണ് പറയുന്നത്. യു പ്ലാനിങ് ബിൽഡിംഗ് ഹിയർ ഗസ്റ്റ് ഹൗസ്? ഓക്കെ, ഐ വിൽ കം ഫസ്റ്റ് ടൈം, ഫസ്റ്റ് സ്റ്റേ. നല്ല മനുഷ്യൻ കേട്ടോ. ഐ ആം വെരി വെരി ഹാപ്പി You വിത്ത് യു. can live this. ഇൻ യുവർ ഹോം? Yes, my home. Yes. Your- It's my ground, but I'm not building Ah. this year home. ഓക്കെ, യു പ്ലാനിങ്? I'm planning. Yes. Okay, future. I'm planning future. ഓക്കെ, യു റിച്ച് മാൻ ഇൻ ദിസ് വില്ലേജ്? Yes. I'm watching. പുള്ളിക്കാരൻ്റെ ഭൂമിയാണെന്നാ കേട്ടോ പറയുന്നത്. This place have a road on left, and after road it's my ground. ഓക്കെ, Off road. It's my friend Mike. Your adventure is good. Kyrgyzstan places, yes, no luxury, no money, no honey. Yeah. Yes, yes. നമ്മുടെ ആശാൻ എന്താണ് സിഗരറ്റ് വലിക്കുവാണ്. ക്യാമറ ഇവിടെ എന്തോ പെർമിഷൻ ചോദിക്കുവാണ് കേട്ടോ. ഇസിക്കുൾ റീജിയൻ, ചൂയി റീജിയൻ എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങളാണ്. നമ്മുടെ കേരള, കർണാടക ഒക്കെ പറയാറില്ലേ, അതുപോലെ രണ്ട് സംസ്ഥാനങ്ങളുടെ ബോർഡർ വരുന്നത് വലിയൊരു പർവ്വത പ്രദേശത്താണ്. അവിടെ അതിൻ്റെ ഗവൺമെൻറ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സെക്യൂരിറ്റിയോ പോലീസോ അങ്ങനെയൊന്നുമില്ല സ്ഥലങ്ങളല്ല. പക്ഷെ നമുക്ക് അവിടുത്തെ നദി ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഒരു ട്രോളി ഉണ്ട്. ആ ട്രോളിക്ക് വേണ്ടി ഒരു പെർമിഷൻ എടുക്കണം കേട്ടോ. അവിടെ എപ്പോഴും അതിൻ്റെ ആൾക്കാരുണ്ടാകും. ടൂറിസ്റ്റ് വളരെ കുറച്ച് വരുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന ഈ കൊൽക്കകൂർ തടാകം എന്ന് പറയുന്നത്. ഞാൻ പോലും ഈ ഗ്രാമത്തിൽ വന്നിട്ടാണ് ആ മനോഹരമായ തടാകത്തെക്കുറിച്ച് അറിയുന്നത്. സാധാരണ ഗൈഡിനെ വെച്ചിട്ട് നമുക്ക് നദി ക്രോസ് ചെയ്യാൻ പറ്റും കുതിരപ്പുറത്ത്. അത്രയും എക്സ്പീരിയൻസുള്ള ആൾക്കാർ മാത്രം ചെയ്യുന്നതാണ്. പിന്നെ വെള്ളമില്ലാത്ത സമയത്ത് ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടുന്ന് പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കൂ. അതിന് വലിയ റിസ്ക് ഇല്ല കേട്ടോ, പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. പക്ഷേ ലോക്കലൊരു നമുക്ക് അറിയുന്ന ഒരാളില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ പൈസ കൂടുതൽ വാങ്ങും. ടൂറിസ്റ്റിനെ പറ്റിക്കുന്നൊക്കെ സമ്പ്രദായം പൊതുവേ ഉള്ള സ്ഥലങ്ങളാണ്. എന്നിരുന്നാലും ആൾക്കാർ നല്ല മനുഷ്യർ തന്നെയാണ്, ഒരിക്കലും ദ്രോഹിക്കാനോ പിടിക്കാനോ നിൽക്കത്തില്ല. പക്ഷെ പണത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ലതുപോലെ കൂട്ടി ചോദിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നദി ക്രോസ് ചെയ്യാൻ പോവാട്ടോ. എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല, നോക്കാം. അതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ, അതായത് ട്രോളി മുഖേനയാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ അവിടെ ട്രോളി കണ്ടോ, അതിലിരുന്നിട്ട് വേണം നമുക്ക് പോകേണ്ടത്. അല്ലാത്ത വശം നമ്മൾ മരിച്ചു പോകും കേട്ടോ ഇത് ക്രോസ് ചെയ്താൽ. ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം വെള്ളം കൂടിയ സമയമാണ്. വേറെ രാജ്യമല്ല, അനുവാദം ഇല്ലാതെ അതോ ക്രോസ് ചെയ്ത് ഇവരെ ആരെങ്കിലും കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതെല്ലാം ഒരു മൈക്ക് പുള്ളിക്കാരൻ്റെ കോളറിലുള്ളതുകൊണ്ട് ആ സൗണ്ട് കേൾക്കുന്നത്.
നദി ക്രോസ് ചെയ്ത് എളുപ്പമുള്ള കാര്യം. ഇതാണ് ചൊക്കൻ എന്ന് പറഞ്ഞ മഞ്ഞുമലകളൊക്കെയാണ് നദീൻ്റെ ഉത്ഭവ സ്ഥലം. ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എൻ്റെ അമ്മ എന്ത് ഭംഗിയല്ല ഈ സ്ഥലം കാണാൻ വേണ്ടി. ഓ, ഒരു സ്വിറ്റ്സർലൻഡ് പോലത്തെ ഒരു ഏരിയ കേട്ടോ. Çok rahmat. Görüşürüz. ഇതാണ് കേട്ടോ ട്രോളി പോവാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാം. നല്ല ഒഴുക്കാണ് കേട്ടോ. ഇത് ക്രോസ് ചെയ്യുന്ന എളുപ്പമുള്ള കാര്യമല്ല ഈ നദി. Difficult. ഇവിടെ വഴിയൊന്നും കാണുന്നില്ല, എന്നാലും കയറി പോവാന്നേ. പോകുന്ന വഴി കണ്ടോ? വഴി ഉണ്ടോ ചോദിച്ചാൽ വഴിയില്ല. ഇവനും പറഞ്ഞു ഇവിടെ അധികം ടൂറിസ്റ്റുകൾ വരുത്ത് കുറവാ, അതുകൊണ്ട് എന്താ വഴി കണ്ടുപിടിക്കാൻ പണിയാണ്. ഈ ഒരാളും ആദ്യമായിട്ടാണ് കേട്ടോ ഈ തടാകത്തിലേക്ക് വരുന്നത്. അയ്യോ, പക്ഷെ ലൊക്കേഷൻ നോക്കി ദ ഹെവൻ എന്ന് പറയാം കേട്ടോ. എൻ്റെ അമ്മ, ഇവിടെ ഒരു കുടിവെള്ള സ്രോതസ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഓഫ്ലൈൻ മാപ്പിൽ. മാപ്പെല്ലാം കറക്റ്റാണോ എന്ന് ആർക്കറിയാം. എൻ്റെ അമ്മ, ഈ ലൊക്കേഷൻ കണ്ടോ? ഇതാണ് നമുക്ക് പോകുന്ന സ്ഥലം കേട്ടോ. പക്ഷെ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഒരു ആൾ കൂടി ഉണ്ട്, ഒരു ഡിഫറെൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ് അവരുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവുമല്ലോ. അതൊക്കെയാണ് ഈ ഒരു യാത്രയിൽ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം നോക്കി. ക്യാമറയിൽ എങ്ങോട്ടാണോ പോകുന്നത്, താഴോട്ട് പാടാൻ കണ്ടോ, അങ്ങോട്ടേക്കാണ് പോകേണ്ടത് നമുക്ക്. ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ല കേട്ടോ, കാരണം ആൾക്കാർ ഗൈഡിന് വെച്ച് മാത്രം വരുന്ന സ്ഥലമാണ്. കണ്ടുകൂടാ, വഴിയൊന്നുമില്ല, മൊത്തം കാട് കയറി ഇരിക്കുവാണ്. പുള്ളിക്കാരനും ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഇതൊരു വൈബ് കേട്ടോ, കൂടുതൽ ആളെ കിട്ടിയോണ്ട്. ഈ സെയിം പാഷനും വേണ്ടല്ലോ ആൾക്കാർക്ക് കാട് മലയൊക്കെ കയറി പോകാൻ. നോക്കാം, നല്ല ചൂടിക്കുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഇത് തിന്നോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഷുവർ ഇത് കഴിക്കാനാട്ടോ എന്നോട് പറയുന്നത്. ഇത് കാട്ടു ചെടിയാണ്. ദിസ് ഈസ് വിൻലാൻഡ്. യാ, ദിസ് ഈസ് സ്വിറ്റ്സർലാൻഡ്. Kislichka, name of Russia. Kislichka. Is good for health? Yes, for health. Okay. അത് നല്ല ആളെ കിട്ടിയെന്ന് തന്നെ അല്ലേ. കുറേ നേരത്തെ നടത്തുന്ന ശേഷം നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് വാട്ടർ. ഉണ്ടോ? ഇനി ഏകദേശം 2 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക്. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം വലിയ ലഗേജ് ഇല്ലാതെ ഒരു കൂട്ടുകാരനെ കൂട്ടിയുള്ള യാത്ര. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഏകദേശം ലേക്കിനടുത്ത് എത്തണേ കേട്ടോ. ഇനി 1 കിലോമീറ്റർ മാത്രമേ ഇത് തടാകം. അറിയോക്കെ പുള്ളിക്കാരനോട് കാണുന്ന നമ്മുടെ വൈൽഡ് ഡക്കല്ലേ, ബേർഡ്സ്, ഇതിലൊക്കെ വെടിവെച്ചിട്ട് ഭക്ഷിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ കഴിക്കുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ യാത്ര അടിപൊളിയാണ്. What do you mean of about
our natural freedom. freedom. Yeah. Freedom. I don't show freedom. Sorry, I don't say how about freedom, but this is freedom. It's very beautiful. Untouched valley. I think in here, this location only me and you, no tourist. No tourist. Yeah. Animals. Yes, animals. Only animals. Yes. Yes. നമ്മൾ ടയർഡ് ആയിട്ടോ, ഓൾമോസ്റ്റ് ലൈക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ലൈക്കിന്റെ അടുത്ത് ഒരു ടെന്റ് അടിക്കണം. കോൾഡ്. Cold. You know how to handle the camera? I show your face. Okay, wait. Okay. My face is bust. No, it's good. I think you like camping, trekking too much. Yes, I like camping, trekking, horse riding too much. Today, how many kilometer walk? You know? Maybe 20 kilometers. Yes, I and my friend Chatran walking today. No road, no route. Yeah, no route. It's only wild trees. But I am very happy today. Good experience. Yeah, it's a good experience. Is recording? Yes, recording. Yes. Okay. അങ്ങനെ തടാകത്തിന്റെ അരികിൽ ഞാനും എൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ തടാകത്തിന്റെ പേര് കൊൽക്കൊഗൂർ എന്നാണ്. കൊൽക്കൊഗൂർ മീനിങ് ലേക്ക്. കൊൽ ഈസ് ലേക്ക്. കൊഗൂർ ഇസ് നെയിം ഓഫ് ദ ലേക്ക്. ഇത് കണ്ടോ, ഒരു ടൂറിസ്റ്റ് പോലും ഇവിടെ ഇല്ല കേട്ടോ. അതായത് അങ്ങനെ ആൾക്കാർ വരാത്തൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഹിഡൻ ജം, ഹിഡൻ വാലി. അതൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊൽക്കൊഗൂർ ലേക്ക്. ഇവിടെ എന്താണ് കരടികളും നമ്മുടെ എന്താ ഇൻ വിച്ച് ആനിമൽ ഹിയർ? Yes. Bears? Bear, wolves, fox. Bear, wolf, fox. Fox. Yes. You know problem in today? No problem. Hunting? Yes, hunting. ഇവർ ഹണ്ട് ചെയ്യുന്ന ജനങ്ങളാണ് കേട്ടോ. പക്ഷെ ആൾക്കാരുടെ അടുത്തൊന്നും ആനിമൽസ് വരില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് ഇതുപോലെ തടാകങ്ങളിൽ ക്യാമ്പ് ചെയ്താണ്. എന്തായാലും കൊള്ളാം. കാലാവസ്ഥ മോശമാകുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ പുള്ളിക്കാരൻ്റെ ഏതാ സാധനമൊക്കെ. എനിക്കെൻ്റെ ബാഗിൽ വെക്കണമെന്നുണ്ട്, പക്ഷേ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഇത് അലോഡ് അല്ല കേട്ടോ. ഇത് ഇല്ലീഗലാണ് ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ക്യാമ്പിങ് സമയത്തിൽ ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയ സാധനം കേട്ടോ. എനിക്കധികം എൻ്റെ വീഡിയോയിൽ ഇത് ഷോ ചെയ്യാൻ കഴിയില്ല, കാരണം യൂട്യൂബിൻ്റെ പോളിസി മുഖേന ഇതൊന്നും കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓൾറെഡി പൊട്ടി വീണ മരം കേട്ടോ. നമ്മുടെ ആശ മുറിക്കുവാണ് മുകളിൽ നിന്ന്. ഇന്ന് ഇവിടെയാണ് കേട്ടോ ക്യാമ്പ് സെറ്റാക്കുന്നത്. കണ്ടോ, എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിക്കുന്നതാണ് നല്ലത്, കാരണം കാറ്റ് കുറവായിരിക്കും. സ്ഥലം കണ്ടോ എൻ്റെ അമ്മ. അങ്ങനെ ആഫ്റ്റർ ലോങ് ടൈം ഐ ആം ക്യാമ്പിങ് വിത്ത് മൈ ന്യൂ ഫ്രണ്ട്. ഓക്കെ, തീ കത്തിക്കോ കേട്ടോ. Hot. Yeah. Happy? Yes. Very. നമുക്ക് രണ്ടാൾക്കും സെപ്പറേറ്റ് ടെൻ്റ് ഉണ്ട് കേട്ടോ.
ഓൾമോസ്റ്റ് ക്യാമ്പിങ്ങിന്റെ പരിപാടിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇന്ന് നമ്മൾ ബർഗർ പാഴ്സൽ വാങ്ങിയിട്ടാണ് വന്നത്. പുള്ളിക്കാരനെ പറഞ്ഞത് നമ്മുടെ കരടിയും വോൾഫും ഇതൊക്കെ നിന്ന് ടെന്റിന്റെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വരുമായിരിക്കും. ഫ്രഷ് ആവണം കേട്ടോ. സുഖറിയോ ഇവിടെ ഞാൻ ഒന്ന് ഫ്രഷ് ആയി കേട്ടോ. മൊത്തം ഇവിടെ നിന്ന് ഇസിക്കുൾ ലേക്ക് ഏകദേശം 37 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഹൗ മെനി കിലോമീറ്റർ ഇസിക്കുൾ? 57. Is possible bro? I think inside totally forest. It's a wild area. Also no food. Dark chocolate. ഇവിടെ നോ ഫുഡ് ചെയ്യാ. നമ്മളങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ വേണ്ടി പ്രതീക്ഷ വന്നല്ലോ കേട്ടോ. ജസ്റ്റ് ഒന്നുകൂടെ വന്ന് റിട്ടേൺ അടിക്കാതൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഇന്ന് ടെന്റ് അടിച്ചു കേട്ടോ. പുള്ളിക്കാരൻ്റെ കത്തിയാണ് കേട്ടോ അത്. നോക്കി, അടിപൊളി സാധനം. ചോയ് നാഷണൽ പാർക്കിലാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും ഉള്ളത്. എൻ്റെ കൂടെ വന്ന ആൾ താഴെ കിടന്നുറങ്ങാണ് കേട്ടോ ടെൻറ്റിൽ. അവൻ റെസ്റ്റ് എടുക്കട്ടെ. ഇതിനകത്തൊരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് കേട്ടോ. അങ്ങ് ദൂരെ കാണിച്ചു തരാൻ. കണ്ടോ എവിടെ പോയി? ഒരു ചെറിയ ഷെഡ് കണ്ടോ? കുതിരകളും പശുക്കളൊക്കെ ആയിട്ട് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് നാഷണൽ പാർക്കിൻ്റെ. കാരണം ചെന്നായ്ക്കളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. മനോഹരമായൊരു ഭൂമിയാണ്. പക്ഷേ ആനിമൽസൊക്കെ വസിക്കുന്ന ഒരു നാഷണൽ പാർക്കാണിത്. ഇങ്ങോട്ട് പെർമിഷൻ എടുത്ത് നിങ്ങൾ വരണം കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഗ്രൂപ്പായിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായ സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ സ്ഥലം നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ നമ്പർ നിങ്ങൾക്ക് തരാം കേട്ടോ. അത് അവനൊരു ബിസിനസ്സും ആവും. ഇങ്ങോട്ട് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ അവൻ നിങ്ങളെ സഹായിക്കും കേട്ടോ. എന്തായാലും സന്തോഷം. കൂടെ ഒരാൾ നിന്ന് ധൈര്യം കേട്ടോ. മനോഹരമായ ഒരു വലിയ തടാകം കുന്നു കയറി കുറച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് കേട്ടോ കിടക്കുന്നത്. എന്തായാലും ഒരുപാട് ജീവിതത്തിൽ സന്തോഷമായ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂടെ ഒരാൾ വന്നപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ? അതൊക്കെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്നോട് അസൂയ തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. തടാകത്തിൻ്റെ മറുകരയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മ, എന്താണിത്! സ്വർഗം പോലെ കണ്ണുകൾക്ക് വർണ്ണം നൽകുന്ന ഒരു മനോഹരമായ ഒരു അക്കരയാണ് കേട്ടോ. അപ്പുറത്തെ ഭാഗത്താണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഭൂമി ഒരു രക്ഷയില്ല. നോക്കെ എൻ്റെ അമ്മ. എന്തായാലും വെൽക്കം ടു സ്വിറ്റ്സർലാൻഡ്. ഇഷ്ടപ്പെട്ടോ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? എൻ്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. അവനവിടെ കിടന്നുറങ്ങുവാണ്. അവനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. അവൻ്റെ ഇഷ്ടമല്ലേ വരണോ വേണ്ടിയെന്നൊക്കെ. പക്ഷേ ഈ ഭൂമി, അയ്യോ, പ്രകൃതി ഇത്രമാത്രം മായാജാലമാണോ മനുഷ്യൻ്റെ ജീവിതത്തിൽ?
സുഹൃത്തുക്കളെ, സിനിമ ഞാൻ കാണുന്ന സിനിമയിലാണ് കേട്ടോ ഞാനിപ്പോ ജീവിക്കുന്നത്. എന്താണിത്? ഭൂമിയിലൊരു മഹാത്ഭുതം കേട്ടോ. ധാരാളം മഹാത്ഭുതങ്ങളുണ്ട്, നിങ്ങൾക്കറിയാലോ. പക്ഷെ ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തരുന്ന പ്രകൃതി തന്ന മായം ചേർക്കാത്ത ഒരു കാണുന്ന ടർക്കോയിസ് കളർന്ന് തിളങ്ങുന്ന തടാകം കാണാൻ എന്ത് മനോഹരമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങളോട് എനിക്ക് ഒന്ന് മാത്രമേ എൻ്റെ ഈ ഒരു ജീവിത എക്സ്പീരിയൻസിൽ പറയാനുള്ളൂ കേട്ടോ. യാത്രകൾ ചെയ്യുക, അങ്ങനെയൊന്നും ആരും കാണാത്ത ഇടങ്ങൾ തേടി ഒരു യാത്ര പോവുക. കുൽകുഗൂർ എന്ന് പറഞ്ഞ കിർഗിസ്ഥാനിലെ ഒരു ഹിഡൻ ലേക്കിന്റെ ഒരു ഭംഗിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഈ ഗ്രാമത്തിൽ വന്നുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് ചൊങ്കെമിൻ വാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ചോയി റീജിയനിൽ കിർഗിസ്ഥാനിൽ. അവിടെ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഗ്രാമവാസികളോട് ചോദിച്ചു, മനോഹരമായ തടാകങ്ങൾ വേണം, എനിക്ക് ക്യാമ്പ് ചെയ്യണം, ട്രെക്കിംഗ് ഒക്കെ ചെയ്യണം. അവർ പറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു നാഷണൽ പാർക്ക് കേട്ടോ. പക്ഷെ ഒരു സിനിമ കേട്ടോ, ഒന്ന് പറയാൻ ജീവിതത്തിൽ പുഞ്ചിരികൾ തരുന്നത് ഈ കാഴ്ചകളാണ് എൻ്റെ സുഹൃത്തുക്കളെ. നിങ്ങളും യാത്രകൾ ചെയ്യുക കേട്ടോ. ഇപ്പോഴും ഞാൻ പറയുന്നു, കീശേരി കോടികൾ നിറച്ചത് കൊണ്ടല്ല കേട്ടോ ഈ യാത്രകൾ ചെയ്യുന്ന. ഈ സ്ഥലങ്ങളിൽ എത്തിപ്പെടാനൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് യാത്രകൾ ചെയ്യുന്നത്. എന്തായാലും സന്തോഷം. ഈ മനോഹരമായ കാഴ്ചയിൽ നിന്നും ഞാൻ ഒരു ബായ് പറഞ്ഞ് പോവാണ് കേട്ടോ. കാരണം എൻ്റെ ശബ്ദമൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ നല്ല മരങ്ങളും പൂക്കളും നല്ല തടാകമൊക്കെ ഉണ്ട്. അവരവരുടെ പാട്ടിനെ ജീവിച്ച് പോട്ടെ, ഞാനത് കട്ടുറം വാകുന്നില്ല. This is my lunch. Sorry, dinner. No, you like big. You try big, bro. I think you hungry. Same. I think. നമ്മൾ തീ ഇവിടുന്ന് കത്തുന്നുണ്ട് കേട്ടോ. ഇതാണ് ആകെയുള്ള ലഞ്ച് ഇന്നത്തെ. സോറി, ഡിന്നർ. സമയം 7 മണിയാണ് കേട്ടോ. 7 മണിക്ക് ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയേ. 7 മണിയാണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് ഭംഗി 7 മണി കാണാൻ. തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൂടാക്കാം കേട്ടോ പുള്ളിക്കാരൻ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രെഡ് അതിൻ്റെ അകത്ത് നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഇല്ലേ, അതുപോലെ ഞാൻ കഴിക്കാത്തൊരു സാധനമാണ്. പക്ഷെ ഇന്നെന്താ അറിയില്ല, എനിക്ക് സാൻഡ്വിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പക്ഷേ വിശക്കുന്നതുകൊണ്ടായിരിക്കാം. പുള്ളിക്കാരൻ നടന്ന് വിറക് കൊത്തുക കേട്ടോ. തീ കത്തുവാണ്, അങ്ങനെ വിറക് കത്തുവാണ് ആള്. നമ്മൾ രണ്ടുപേരും ടെൻറ്റ് കണ്ടോ സൈഡിൽ, നല്ല രസമുണ്ട് കേട്ടോ. നേരത്തെ കിടന്നുറങ്ങാൻ വേറെ ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സാധാരണ ഞാനിപ്പോൾ എൻ്റെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ആക്കിയാണ്, പരിപ്പ് കറി കാര്യങ്ങളൊക്കെ അല്ലേ. പുള്ളിക്കാരനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഇന്ന് ടെൻറ്റ് അടിക്കുന്ന ഒന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് സക്സസ് ആയ സമയത്താണ് ഓർക്കുന്നത് ഭക്ഷണം കൂടുതൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. എന്തായാലും ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിലാട്ടോ. കൂടെ ഒരാളുണ്ട്, പ്രൊട്ടക്ഷനാണ് കേട്ടോ പുള്ളിക്കാരൻ. ഹാപ്പിയാണ്. സമയം ഇപ്പോൾ ഇവിടെ രാത്രി 9 മണിയാണ് കേട്ടോ. കണ്ടോ, 8:44. പക്ഷെ ഇവിടെ ഇരുട്ടാവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പുള്ളിക്കാരൻ ടെൻറ്റിനകത്ത് കയറിയിട്ടുണ്ട്. അവിടെ കിടക്കാൻ പോവാണ്. ഏതാ വൈബൊക്കെ. 9 മണിക്കുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഒരു 9:30 ആകുമ്പോഴാണ് പൂർണ്ണമായി ഇരുട്ടാവും കേട്ടോ ഈ സ്ഥലങ്ങളിലൊക്കെ. അതൊക്കെയാണ് ഈ സ്ഥലത്തിന്റെ സവിശേഷത. പുള്ളിക്കാരൻ നല്ല ഉറങ്ങി തോന്നുന്നു. നമ്മള് തീ അപ്പുറത്ത് കത്തുന്നുണ്ട് കേട്ടോ. ഇറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ എണീച്ചിട്ട് കാണാം കേട്ടോ. ഒരു ദിവസം ടെൻറ്റിൽ കിടന്നുറങ്ങി രാവിലെ എണീച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് രാവിലെ. രാത്രി ഇവിടെ നല്ല സ്റ്റാർ ഉണ്ടായിരുന്നു. പക്ഷെ ടെൻറ്റിനകത്ത് എണീച്ചില്ല, കാരണം ആനിമൽസിന്റെ സ്ഥലമല്ലേ. അതുകൊണ്ട് ഒറ്റപ്പാടൊന്നും ഇല്ലാണ്ട് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഇത് ടെന്റ് പാക്ക് ചെയ്യണം കേട്ടോ. അടുത്ത പ്ലാനിങ്. Hello everyone. Today we finished camp. It's
Okay, what is today plan now? Beautiful experience. Today we crossing river. How? Maybe walking, maybe on horse. I don't know. After Maybe 1 hour. security guard supporting. Yes, maybe. Yeah. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് കേട്ടോ നാഷണൽ പാർക്കിലെ. പുള്ളിക്കാരൻ കുതിരപ്പുറത്ത് നമ്മളെ നദി കടക്കാൻ സഹായിക്കാന്ന് പറയുന്നുണ്ട്. ഒരു ഐഡിയ ഇല്ല. അപ്പം ഇവിടെ നമ്മളൊരു പ്ലാസ്റ്റിക് വേസ്റ്റോ കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കേട്ടോ ഈ സ്ഥലത്ത് നിന്ന് പോകുന്നത്. എന്തായാലും തിരിച്ചിറങ്ങുവാണ്. മനോഹരമായൊരു ക്യാമ്പിങ് യാത്ര ഇവിടെ അവസാനിക്കുന്നെന്ന് കരുതുന്നു കേട്ടോ. എന്തായാലും വീട്ടിലെത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. തിരിച്ചിറങ്ങുവാണ്. പക്ഷെ ഇവിടെ കുതിരക്കാരനൊന്നും വന്നിട്ടാ പോസിബിൾ. കുതിരക്കാരൻ വരാത്തോണ്ട് നമുക്ക് എന്താ നദി കടക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇല്ലാത്ത വഴിയിലൂടെ നമ്മളിങ്ങനെ പോവാണ്. നദി എന്ന് പറഞ്ഞാ കുത്തി ഒലിച്ച് വരുവാ വെള്ളം. കൈയൊക്കെ നോക്കിയേ. പുള്ളിക്കാരൻ ചെക്ക് ചെയ്യുക കേട്ടോ. ഇപ്പൊ എങ്ങോട്ട് പോകുന്നത് വെച്ച് ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോ നമ്മളൊരു ട്രോളി ക്രോസ് ചെയ്തിട്ട് അത് ഒരുപാട് ദൂരമാണ് കേട്ടോ. കാരണം ട്രയൽസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവാ നമ്മള്. അതിന് വഴിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം തെരഞ്ഞെടുത്തിരിക്കുക. നമ്മളിപ്പോ നദി കടന്നാൽ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 25 കിലോമീറ്ററിന് മുകളിലുണ്ട് നമുക്ക് പുള്ളിക്കാരന്റെ വീട് കേട്ടോ. അത് അങ്ങോട്ട് പോകുമ്പോ ഏതെങ്കിലും കുതിരനെ കൊണ്ടുവരുന്ന വണ്ടിയോ അങ്ങനെ കിട്ടിയ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ല. നോക്കാം. നമ്മൾ ഇപ്പുറത്ത് എത്തി. പക്ഷെ അവിടെ ആളില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ അതിലൂടെ തൂങ്ങി പോവാണ് കേട്ടോ. ഇവിടുത്തെ ലോക്കൽസാണ്, നിങ്ങൾക്ക് അറിയാലോ. ഇതൊക്കെ അവർക്ക് ചെറിയ കാര്യമാണ് ഇങ്ങനെ കയറി പോകുന്നത്. എന്നിട്ട് ആളെയും കൂട്ടിയിട്ട് വന്നിട്ട് എന്നെയും കൂട്ടി അപ്പുറത്തേക്ക് പോകും കേട്ടോ. അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ അമ്മോ, നദി ക്രോസ് ചെയ്യാൻ നമ്മൾ പലവട്ടം ശ്രമിച്ചു. പക്ഷെ അപകടമാണ് കേട്ടോ. എൻ്റെ പുള്ളിക്കാരൻ കയറി പോകുന്ന നോക്കിയേ. ദൈവമേ. അവിടെ നിന്നും നദിയൊക്കെ ക്രോസ് ചെയ്ത് അവിടെ നിന്നൊരു വണ്ടി ലിഫ്റ്റ് കിട്ടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോയി മറ്റൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഒരു വൈൻഡപ്പ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഡിവൈസും സ്റ്റോറേജ് ഒക്കെ ഫുള്ളായി പോകാറുണ്ട്. എന്നിരുന്നാൽ ഒരുപാട് സന്തോഷം. അതൊക്കെ കഴിഞ്ഞ് 2-3 പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ വൈൻഡപ്പിന്റെ സെക്ഷൻ മാത്രം ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഏകദേശം 40 മിനിറ്റിനടുത്തുള്ള ഒരു കുഞ്ഞു സിനിമയായിട്ട് നിങ്ങൾക്ക് കരുതാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെയുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതിലെന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അറിയിക്കുക. എന്നിരുന്നാലും വീഡിയോ കണ്ട എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഹൃദയത്തിൽ നിന്ന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ബൈ.